പത്തനംതിട്ട കുന്നന്താനം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ രാവിലെ 10 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ലിനു അവിടെ ചികിത്സയ്ക്കായി എത്തിയതാണ്. ആ സമയത്ത് മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന വിദ്യാർത്ഥികളും ഒപ്പം തന്നെ അവിടുത്തെ ഹെൽത്ത് സെന്ററിലെ ജീവനക്കാരുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരെ കുറച്ചു നേരം പരിഭ്രാന്തിയിലാക്കുന്ന ഒരു സിറ്റുവേഷനാണ് പിന്നെ അവിടെ ഉണ്ടാകുന്നത്. ലിനു അവിടെ ചികിത്സയ്ക്ക് എത്തുന്നു. അവിടെ BP പരിശോധിക്കാൻ വേണ്ടി ലിനുവിനെ മറ്റൊരു ഇടത്തേക്ക് മാറ്റുന്നു. അപ്പോൾ അവിടെ ഒരു മേശയുണ്ടായിരുന്നു. അപ്പോൾ ആ മേശപ്പുറത്തേക്ക് ഒരു തോക്കെടുത്ത് വെച്ചുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകിയില്ലെങ്കിൽ ഞാൻ വെടിവെക്കും, ഞാൻ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് ആ മെഡിക്കൽ പ്രാക്ടീസിനെത്തിയ വിദ്യാർത്ഥികളും ജീവനക്കാരും ഒക്കെ പരിഭ്രാന്തിയിലായി അവർ പുറത്തേക്ക് മാറുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മെഡിക്കൽ സൂപ്രണ്ടായ മാത്യു ഈ ബഹളമൊക്കെ അറിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത്. മാത്യു വന്ന് ഈ കാര്യങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ലിനു തോക്ക് ചൂണ്ടി നിൽക്കുകയായിരുന്നു. അതായത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, വെടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ മാത്യു ഈ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇയാൾ മുണ്ടാണ് എടുത്തിരുന്നത്. മുണ്ടിൽ ഈ തോക്ക് ഒളിപ്പിച്ച് മാറ്റിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ പുറത്തേക്ക് ഇറങ്ങി ഓടിയപ്പോൾ ടെമ്പോ ട്രാവലിൽ കയറി രക്ഷപ്പെട്ടു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറഞ്ഞത്. മാത്യു ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചതിന് ശേഷം ഇയാളെ പിടികൂടുകയും ചെയ്തു. ലിനുവിനെ പോലീസ് പിടികൂടുകയും ചെയ്തു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും മാനസികമായ എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പോലീസ്. മാത്രമല്ല ഇയാൾക്ക് ഈ കൊണ്ടുവന്ന തോക്ക് അത് എവിടുന്ന് കിട്ടി, അല്ലെങ്കിൽ ആ തോക്ക് ഒറിജിനൽ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇനി കൃത്യമായി വിവരം നൽകേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.